ഇന്നത്തെ ഗോസ്പൽ അവസാനിക്കുന്നത് വളരെ മനോഹരമായൊരു വചനം പറഞ്ഞിട്ടാണ്. ആരും അവനെ പിടിച്ചില്ല, കാരണം അവൻ്റെ സമയം ഇനിയും ആയിട്ടില്ലായിരുന്നു. ജീവിതത്തെയും മരണത്തെയും ഇത്ര ഒരുക്കത്തോടെ ഈ ഭൂമിയിൽ കണ്ട ഒരാളെ ഇനി കാണാൻ കഴിയില്ല എന്ന് തോന്നുന്നു. അവർ യേശുവിനെ പിടിച്ചു എന്ന് പറയുന്നതിനേക്കാളും നല്ലത് അവൻ്റെ സമയമായപ്പോൾ അവൻ അവരുടെ മുമ്പിൽ പിടിക്കാതെ നിന്നുകൊടുത്തു എന്ന് പറയുന്നതല്ലേ നല്ലത്. കാരണം യേശുവിന് പലപ്പോഴായി അവർ പിടിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ യേശു അവരിൽ നിന്ന് തെന്നി മാറിപ്പോയതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ജനനത്തെയും മരണത്തിനും ഇടയിൽ ക്രിസ്തു ആഘോഷമാക്കിയത് ഒരുക്കങ്ങളോട് കൂടിയാണ്. നമ്മുടെ ജീവിതത്തിലും ഒരു ഒരുക്കം അത്യാവശ്യമാണെന്ന് തോന്നുന്നില്ലേ? എന്ത് മനോഹരമായിട്ടാണ് ഒരാൾ സുൽത്താനെ കണക്ക് മരണത്തിലേക്ക് പ്രവേശിച്ചു പോയത്. അവിടെ അവൻ കുതറി മാറിയില്ല, അവിടെ അവൻ കരഞ്ഞ് നിലവിളിച്ചില്ല, അവിടെ അവൻ ആരുടെ മുമ്പിലും മരണശിക്ഷയ്ക്ക് വിധിക്കരുത് എന്ന് അപേക്ഷിച്ചില്ല. മറിച്ച് അവൻ രാജകീയത്തോടെ അവൻ മരണശിക്ഷയിലേക്ക് കടന്നുപോയി. ഒരുക്കങ്ങളോടുകൂടി എന്തിനേയും കാണുന്നവർക്ക് ഇങ്ങനെയൊന്നും പോകാതിരിക്കാൻ കഴിയില്ല എന്നാണ് ഇന്നത്തെ ഗോസ്പൽ നമ്മളെ പഠിപ്പിക്കുന്നത്. സമയം എന്നാണെന്ന് നമുക്കറിയില്ല, പക്ഷേ നമുക്കും ഒരു കാര്യം വ്യക്തതയുണ്ടാകണം. നമ്മുടെ സമയം ആകുന്ന സമയത്ത് അത് ഒരുക്കത്തോടു കൂടിയുള്ള ഒന്നായിരിക്കണം. അത്രയും കാലം നമ്മളെ ആരും പിടിക്കില്ല. ആ പിടിക്കുന്ന ഒരു സമയമുണ്ടല്ലോ, മരണത്തിലേക്ക് നമ്മൾ എത്തേണ്ട ഒരു സമയമുണ്ടല്ലോ, അതിനുവേണ്ടി നമ്മളെ തന്നെ ഒരുക്കി മുന്നോട്ട് പോകണമെന്ന് തോന്നുന്നു. ചരിത്രം പഠിപ്പിക്കുന്നത് വിശുദ്ധരൊക്കെ മരണത്തിലേക്ക് ഒരുങ്ങിപ്പോയവരെന്നാണ്. അങ്ങനെ മരണത്തെ ഒരുങ്ങി ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ.